ഹല്ല ഗൈസ്, കൂലി കാണാൻ പോകാമെന്ന് വിചാരിച്ച് സെക്കൻഡ് ഷോയ്ക്കാണ് പോണത്. സാഹസം കാണാൻ പോയ അതേ തിയേറ്റർ തന്നെയാണ്. 2 ദിവസം കഴിഞ്ഞപ്പം സാഹസം എടുത്ത് കളഞ്ഞ് കൂലി വന്ന്. പടത്തിന് വലിയ അഭിപ്രായം ഇല്ല, ആവറേജ് എന്നൊക്കെയാണ് പറയണത്. മിക്സഡ് റിവ്യൂ ആണ്. എന്തായാലും ഞാൻ പോയി കണ്ടിട്ട് കറക്റ്റ് കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പതിവിൽ നിന്നും വിപരീതമായി ഞാനിന്ന് നേരത്തെ ആയിപ്പോയി. മുന്നത്തെ ഷോ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോണേ ഉള്ളൂ. അങ്ങനെ കൂലി കണ്ട് നല്ല ആടിപ്പൊളി മാങ്ങാണ്ടി പടം ആദ്യം തുടങ്ങുന്നത് തന്നെ നമ്മുടെ മാരി തുടങ്ങും പോലെ ഇങ്ങനെ തുടങ്ങി വരും. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ പടം കൊള്ളാം എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് പടം പോയി. പടം തുടങ്ങിയ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ നമ്മുടെ ലിയോയിലെ നരബലി ഉണ്ടല്ലോ, അതുപോലെ വേറൊരു പരിപാടി. ലിയോയിൽ കുറച്ചും കൂടി നാച്ചുറൽ ആണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ടെക്നോളജി പരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇതിൽ. നമ്മൾ സത്യരാജെണ്ണം പട്ടികൾക്ക് വേണ്ടി ഒരു സാധനം കണ്ടുപിടിക്കും. അപ്പോൾ അത് ചെന്നെത്തുന്നത് മനുഷ്യന്മാരിലാണ്. അതാണ് പടത്തിൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ നാഗാർജുനയുടെ പടങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പുള്ളിയെടുത്തൊരു ഇഷ്ടം തോന്നും. കാരണം പുള്ളിയുടെ ആ ഒരു സ്റ്റൈലൊക്കെ, കാരണം ബാക്ക് മറ്റു മുടി കിട്ടപ്പെട്ട ഞരമ്പ് പടക്കണ ഒരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിലൊക്കെ ഉള്ള പോലത്തെയൊക്കെ അത്രത്തോളമൊന്നും ഇല്ല, പക്ഷെങ്കിലും ചെറിയൊരു അതിൻ്റെ ഒരു ഇഷ്ടമൊക്കെ നമുക്ക് നാഗാർജുനോട് തോന്നും. ഒരു ബാക്കിൽ മുടിയൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു സ്റ്റൈലിലൊക്കെ വരും. അങ്ങനെ ഒന്ന് നാഗാർജുന, രണ്ടാമത്തേത് ഡി ഏജിങ് സീന്. അതിലൊരു ഫ്ലാഷ് ബാക്ക് രണ്ടിടത്ത് വരുന്നുണ്ട്. ഇതിലൊരു ലേഡി ക്യാരക്ടർ വരുന്നുണ്ട്, പുള്ളിക്കാരി. ഈ 3 പോസിറ്റീവുകൾ മാത്രമാണ് ആക്ച്വലി എനിക്ക് കണക്റ്റ് ആയത്. പിന്നെ സൗബിൻ ഷായർ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ പുള്ളിക്ക് കൊടുത്തത് എന്താണോ അത് പുള്ളി നീറ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു സൗബിൻ മറ്റേ ഭയങ്കര പടം മൊത്തത്തിൽ കൊണ്ടുപോയി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ പടം സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴത്തേക്ക് ഫഹദിനെ ആലോചിച്ചിട്ടാണ് എഴുതിയെന്നാണ് പറഞ്ഞത്. അപ്പം ഉറപ്പായിട്ടും ഫഹദ് സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം നൈസായിട്ട് ഒഴിവായതായിരിക്കും. കാരണം പുള്ളി ഓൾറെഡി പുഷ്പ 2 പുള്ളിക്ക് ഒരു അബദ്ധം പറ്റി എന്നുള്ളത് പുള്ളിക്ക് ഓൾറെഡി ഇരിപ്പുണ്ട് മനസ്സിൽ. അപ്പം ഉറപ്പായിട്ടും പുള്ളി അറിഞ്ഞുകൊണ്ട് വീണ്ടും വന്ന് ചാടൂല. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യം വരുന്ന ബൂസ്റ്റ് പിന്നെ ഇല്ല. അത് ആരുടെ ക്യാരക്ടറിലും ആദ്യം മുതൽ അവസാനം വരെ ഒരുപോലെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു രജനീകാന്ത് മാത്രമാണ്. ബാക്കി ഇതിൽ വരുന്ന ക്യാമിയോ ആയാലും ആരായാലും ആദ്യം ഭയങ്കര സെറ്റപ്പിലൊക്കെ വരും, പിന്നെ അത് എന്തൊക്കെയൊക്കെ ആയങ്ങ് പോകും. ഇപ്പൊ നാഗാർജുന ആണെങ്കിൽ പോലും നാഗാർജുന നമുക്ക് ആ ഒരു ഇഷ്ടത്തിലൊക്കെ ഇരിക്കും. പക്ഷെ അവസാനം വരുമ്പോഴത്തേക്ക് നാഗാർജുന എന്തിന്, എനിക്കത് നമ്മൾ ഒരുപാടൊക്കെ പറഞ്ഞ സ്പോയിലർ ആയി പോകും. ഒരു പടത്തിനെ അങ്ങനെ അടിച്ചാക്ഷേപിച്ച് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ നല്ലൊരു സിനിമാ പ്രേമിയാണ്. പക്ഷെ ഈ പടം സത്യം പറഞ്ഞ ഒരു ലോകേഷ് കനകരാജിന്റെ സീരിയൽ, കാരണം ഒരു സീരിയലിന്റെ കഥ എടുത്ത് ഒരു സീരിയലിന്റെ കഥ എടുത്ത് പുള്ളി ഒരു സിനിമയുടെ രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ പടത്തിൽ. അല്ലാതെ ഈ എന്തോ പറയണ്ടേ, ഒന്നാമത്തെ കാര്യം തന്നെ പടം മൊത്തം ഒരു അവിയൽ പരുവാണ്. പടത്തിൽ എന്തൊക്കെ നടക്കണ്, എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ എവിടെയൊക്കെ പോണ്, ആരൊക്കെ വരണ്, ഒരു പിടുത്തം കിട്ടൂല മീൻസ് ഇപ്പം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പടങ്ങളുണ്ട്. ഭയങ്കര മറ്റേ നോളൻ ടൈപ്പ് പടമൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനത്തെ അതല്ല ഇത്. കാണിച്ചേക്കണ ലോകേഷിന് പോലും ഇതെന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ആ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള, ചുരുക്കി പറഞ്ഞ പടം ഇന്റർവെല്ലിന് തൊട്ട് മുന്നേ തീരേണ്ട പടമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഡയറക്ടർ ലോകേഷ് കനകരാജ് വന്ന് സൗബിൻ ഷാറിൻ്റെ പറയും, ഞാനൊരു പരിപാടി അങ്ങോട്ട് പറയും, നീ അതിലങ്ങ് പിടിക്കണം, അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ പടം കൊണ്ടുപോകാം. അതായത് ഞാൻ പറഞ്ഞ മറ്റേ സീരിയൽ കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ അതിലോട്ട് അങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിൽ മനഃപൂർവ്വമായി കൊണ്ട് ചേർത്ത് വെച്ച പോലെ കുറേ സീനുകൾ. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് പിന്നെ ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് വിചാരിക്കും ഒരു ജയിലറിന്റെ സ്റ്റാൻഡേർഡ് വർഷം പോലെ തോന്നും. കാരണം ഇന്റർവെല്ല് വരയ്ക്കും നടൻ സ്വാഗിൽ നിൽക്കുന്നു, ഇന്റർവെല്ലിന് ശേഷം വില്ലൻ പറയുന്നത് അനുസരിച്ച് കുറേ പരിപാടികളൊക്കെ ചെയ്യണം. അതൊക്കെ എനിക്കൊരു ജയിലറിന്റെ അങ്ങനെ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പടങ്ങൾ. മമ്മൂട്ടിയുടെ കൗരവർ വരെ ഉണ്ട്. പിന്നെ അമീർ ഖാനൊക്കെ പാവം, നമുക്ക് പാവം തോന്നും. മണ്ടനാക്കിയേക്കണ് പുള്ളിയെ.
പുലി പോലെയൊക്കെ കാണിച്ചിട്ട് എലി പോലെ ആക്കും. പിന്നെ പുള്ളിയുടെ കോസ്റ്റ്യൂമൊക്കെ എനിക്ക് തീരെ വർക്കായില്ല. ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തീരെ കുള്ളനായിട്ടൊക്കെയാണ് പുള്ളിയെ പ്രസന്റ് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒരു സ്വാഗിലൊക്കെ വന്നിറങ്ങും, പക്ഷെ മൊത്തത്തിൽ പുള്ളിയെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കുള്ളൻ ഫീൽ തോന്നും. കാരണം പുള്ളിയുടെ കോസ്റ്റ്യൂമിൻ്റെതായിരിക്കാം, ഒരു ഷോർട്സ് ആണ് കൊടുത്തേക്കുന്നത്, അതിൻ്റെതായിരിക്കാം. പക്ഷെ പുള്ളിക്ക് എനിക്ക് പാവം തോന്നിപ്പോയി. കാരണം ഇത്രയും ഒരു ഭയങ്കര നടനെയൊക്കെ കൊണ്ടുവന്നിട്ട്, കാരണം പുള്ളി സ്ക്രിപ്റ്റ് കേട്ടില്ല എന്ന് പുള്ളി തന്നെ 5 വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രിപ്റ്റ് കേൾക്കാത്ത തമിഴ് അറിഞ്ഞൂടല്ലോ, പുള്ളി ഹിന്ദിക്കാരനല്ലേ, അപ്പൊ പുള്ളി എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് കൊണ്ടുവന്ന് മണ്ടനാക്കി അങ്ങ് വിട്ട്. പിന്നെ ക്യാമിയോയില് വന്നതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഉപേന്ദ്ര സത്യം പറഞ്ഞ ആ ഒരു ക്യാരക്ടറിന്റെ ആവശ്യമൊന്നുമില്ല പടത്തില്, പക്ഷേ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിരുന്നു. ആ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് തോന്നും എന്തിനിവിടെ വരേണ്ട, കാരണം ആദ്യമേ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഉപേന്ദ്രയുടെ ഒരു സീൻ ബാക്ക് ഷോട്ട് കാണിക്കും, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആളെവിടെയാണ് ഉള്ളത്, ആളെവിടെ നിന്നാണ് വരാൻ പോണത്, എല്ലാം നമുക്ക് മനസ്സിലാവും. പുള്ളി വരുന്ന ടൈമിന് നമുക്കറിയാം ഉപേന്ദ്രയാണ് ഇതേ വരാൻ പോണതെന്ന്. പക്ഷെ പുള്ളി വന്നതിന് ശേഷം പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ മെയിൻ കേസ് ഈ ലോകേഷ് കനകരാജിനെ കൊണ്ട് ഒരു ടൈപ്പ് പടങ്ങൾ എടുക്കാനേ പറ്റുള്ളൂ. പുള്ളി ചെയ്യേണ്ടത്, പുള്ളിയുടെ കയ്യിൽ തന്നെ ഓൾറെഡി ഒരു പരിപാടി ഉണ്ട്, LCU എന്ന് വെച്ചിട്ട് 10 വർഷത്തേക്കുള്ള സ്ക്രിപ്റ്റൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആ പരിപാടി തന്നെ അങ്ങ് ചെയ്യുക. ഈ സ്റ്റാൻഡ് അലോണും മറ്റതും മറിച്ചതും ഇതൊക്കെ വിട്ടിട്ട്, കാരണം ഈ പുള്ളി പോയി സ്റ്റാൻഡ് അലോണിൽ ചെയ്താലും പുള്ളിക്ക് വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യാനില്ല. അത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ പടം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് മറ്റേ റൊമാൻസോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് പടങ്ങൾ എനിക്ക് പറ്റുള്ളൂ, എനിക്ക് ഈ പടം തന്നെ പറ്റുള്ളൂ. അപ്പം പുള്ളി LCU മാത്രം ചെയ്യുക, പുള്ളിയുടെ ഫിലിമോഗ്രഫി അവസാനിപ്പിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ പടത്തില് ലക്ഷറി വാച്ചിന്റെ എന്തൊക്കെയൊക്കെയോ പരിപാടിയാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇന്റർവ്യൂലൊക്കെ വന്നപ്പോഴത്തേക്ക്. ആ ഒരു ഫസ്റ്റ് പടം തുടങ്ങി വരുന്ന ടൈമിന് ഒരു 2 ഷോട്ടിൽ വാച്ച് കാണിക്കും. അപ്പം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, കാരണം വാച്ച് വെച്ചിട്ട് എന്തൊക്കെയോ ഭയങ്കര പരിപാടിയൊക്കെ വരും എന്നൊക്കെ വിചാരിക്കും. അതിനുശേഷം ഒരേ ഒരു സ്ഥലത്ത് ആവശ്യമില്ലാത്തൊരിടത്ത് വാച്ച് കാണിക്കും. അത് ഓൾറെഡി അതിൻ്റെ ഒരു തീമൊക്കെ ഓൾറെഡി വന്നതാണ്. കുറെ ചങ്ങല പോലെ വാച്ചിട്ടിട്ട് ഒരു കാര്യം ചെയ്യും പുള്ളി, ഒരു മഹത്തായ ഒരു കാര്യം. അല്ലാതെ ഒരൊറ്റ സ്ഥലത്ത് വാച്ചിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. സത്യം പറഞ്ഞാൽ ഒന്നും എടുത്ത് പറയാൻ പറ്റാതായിപ്പോയി, കാരണം എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോവും. കാരണം ഞാൻ പറഞ്ഞത് പടമൊന്നും ആരും തിയേറ്ററിൽ പോയി കാണല്ലടേ, ആരും പോയത്. അത്ര വിഷമമുള്ളതുകൊണ്ട് പറയണതാണ്. ഈ പടമൊക്കെ എന്തിനു നമ്മൾ കാശ് കൊടുത്തിട്ട് പോയി കാണണം? ഈ പടം ആരും തിയേറ്ററിൽ പോയി കാണരുത്. എന്തിന്? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ സാഹസം, ഒരു അടിപൊളി പടം, അത് കാണാം, അതൊക്കെ പോയി കാണും, ആ പടമൊക്കെ വിജയിപ്പിക്കുക. ഇതൊക്കെ എന്തിന്? ആൾക്കാർക്ക് വർക്കാവുന്ന പടം കൊടുത്തിട്ട് അത് വിജയിച്ചില്ലെങ്കിലാണ് നമുക്കൊരു വിഷമം തോന്നേണ്ട കാര്യമുള്ളൂ. ഇതൊക്കെ നമ്മൾ കാശ് മുടക്കി പോയി കാണുന്നത് തന്നെയാണ് വിഷമം. അതുകൊണ്ട് ദയവ് ചെയ്താരും ഈ പടത്തിന് പോകരുത്. ഇപ്പോൾ എപ്പോഴെങ്കിലും TV-യിലോ OTT-യിലൊക്കെ വരുമ്പോൾ ഇരുന്ന് കാണണം. ഇതിൽ ഒരു മാങ്ങാത്തൊലി ഇല്ലാത്തൊരു പടമാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോസിറ്റീവിൽ ഉപേന്ദ്രയും പടത്തിൽ ഉപേന്ദ്രയുടെ ആവശ്യമില്ല, പക്ഷെ പുള്ളി വന്നു നിന്നാൽ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു പുള്ളിക്ക്. അങ്ങനത്തെ കുറേ പരിപാടികളും കാര്യങ്ങളും. പിന്നെ എന്താണ് ഈ പവർ ഹൗസ് എന്ന് ലോകേഷ് കനകരാജിന് എന്നെ അറിയാമോ എന്തോ. ഇതിൽ പവർ ഹൗസ് എന്നും പറഞ്ഞോണ്ടൊരു കാര്യം കാണിക്കൂടെ, അയ്യോ. പിന്നെ ഈ പറഞ്ഞ ആരുടെ സത്യരാജ് ആര് പടത്തില്? ശ്രുതി ഹാസന് രജനീകാന്തിന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്, പക്ഷെ ആ ദേഷ്യത്തിന്റെ കാരണം എന്താണെന്നോ കാണിക്കൂല. ക്ലൈമാക്സ് ആകുമ്പം പറയും അത് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെട്ടിരുന്നതെന്ന്. പക്ഷെ അച്ഛനാണെങ്കിൽ രജനീകാന്തിന്റെ ഉറ്റ തോഴനും മറ്റേ ഞാൻ ഇല്ലെങ്കിൽ നീ ഇല്ല ആ പരിപാടിയാണ്. പിന്നെ നമ്മളെ രജനീകാന്താണെങ്കിൽ ഈ പറഞ്ഞ ഉഴൈപ്പാളി സെറ്റപ്പാണ്. കൂലികൾക്കൊരു പ്രശ്നമെന്ന് വെച്ചാൽ അണ്ണ വന്ന് നിൽക്കും, ആ പരിപാടിയാണ്. മൊത്തത്തിലൊരു അവിയൽ പരുവം. എവിടെ നിന്നൊക്കെ എന്തൊക്കെയൊക്കെ കാണിക്കുന്നു, കുറേ ക്രിഞ്ച് പരിപാടി, കുറേ സീരിയൽ സീൻസ്. നമുക്ക് ചില സീരിയലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം വന്നിട്ടിരിക്കുമല്ലോ, അതുപോലെ ആയിപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മുഴുവനും. അതായത് എവിടേക്കൊക്കെയോ കൊള്ളാമായിരിക്കാം ആ കൊള്ളാമായിരിക്കുന്ന സീൻ പോലും നമുക്ക് ആ സീൻ വരുന്ന ടൈമിന് നമ്മൾ മൊത്തം ഒരുമാതിരി ഇറിറ്റേറ്റഡ് ആയിരിക്കും. കാരണം ഇത്രയും കണ്ട് നമ്മൾ ദേഷ്യത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പം ഇങ്ങനത്തെ സീനൊക്കെ വന്നു പോകണം. അപ്പം അതിനോട് പോലും നമുക്കൊരു കണക്ഷൻ ഒന്നും തോന്നൂല. മൊത്തത്തിൽ പടം പോയി. എൻ്റെ ഡൗട്ട് അതാണ്,
ഒരു പടം ചെയ്തിട്ട് ഇതിന് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഒരാളല്ല ഈ പടം ഒന്നും കാണുന്നത്. എന്തായാലും ഇപ്പോൾ പടം പുറത്ത് വന്ന് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും എല്ലാവർക്കും ഏകദേശം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 10 പേര് കാണുന്നതിൽ ഒരു 8 പേർക്കെങ്കിലും പടം വർക്കായ പടം ഓക്കെ. അതേപോലെ തന്നെ ചിലപ്പോൾ 2 പേർക്കൊക്കെ പടം വർക്കായിട്ടുള്ളെങ്കിൽ ആ പടം പോയി എന്ന് നമുക്ക് പറയാം. ചിലപ്പോൾ എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് ആയിരിക്കണമെന്നൊന്നുമില്ലല്ലോ. ഈ പടം ഈ പ്രിവ്യൂ ഷോ കണ്ടതിൽ ഒരു 10 പേര് അല്ലെങ്കിൽ 20 പേര് കണ്ടെന്ന് വെച്ചോ. പ്രിവ്യൂ ഷോ ഇതിന്റെ കാസ്റ്റ് ക്രൂ എല്ലാവരൊക്കെ കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പൊ ഇതിൽ ആർക്കും മനസ്സിലായില്ലേ പടത്തിൽ ഈ പോരായ്മകളുണ്ട്, ഇങ്ങനെയൊക്കെ പടം വർക്ക് ആവൂല എന്നുള്ള കേസ് ആർക്കും മനസ്സിലായി കാണില്ലായിരിക്കുമോ. പിന്നെ എന്തിനാ ഇമാതിരി പടം ചെയ്യാനോ അല്ലെങ്കിൽ ഇറക്കി വിടാനോ അല്ലെങ്കിൽ അതിലുള്ള ഫോൾട്ടുകൾ പരിഹരിച്ചുകൂടായിരുന്ന? പണം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എന്തും ചെയ്യാനൊക്കെ. ഈ സ്പേസ് ഒക്കെ എന്തുമാത്രം ആൾക്കാർ പുറത്തുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന എന്തുമാത്രം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്പേസ് ഒക്കെ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലായിരുന്നായിരിക്കുമോ. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. കൂലി ഒരു അട്ടർ വേസ്റ്റ് പടമാണ്. ഇനി പിന്നീട് ചിലപ്പോൾ ഈ നെഗറ്റീവ് റിവ്യൂസ് അധികം വന്നിട്ട് പിന്നെ കാണാൻ പോകുന്ന ആൾക്കാർക്ക് ഇത്രമാത്രം കുറ്റം പറയാൻ എന്താണ് പടത്തിൽ എന്നൊരു മൈൻഡ് സെറ്റ് കാണും. അപ്പോൾ ചിലപ്പം ആർക്കെങ്കിലുമൊക്കെ പടം വർക്കാവോ എന്നറിഞ്ഞുകൂടാ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറയണത് പോരുതെന്നാണ്. ആരും പോയി കാശ് കളയരുത്. പിന്നെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പോയി കാണുക, അല്ലാത്തവർ വീട്ടിലിരുന്ന് കാണുക. അപ്പം എന്തായാലും അടുത്തൊരു റിവ്യൂ അല്ലെങ്കിൽ അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അത്രയും മാനസിക വിഷമത്തോടു കൂടി ഞാൻ ബൈ പറയുകയാണ്. ബൈ.